അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബുൻ നബവി എന്നത് പ്രവാചക വൈദ്യം, പ്രൊഫറ്റോപ്പതി എന്നെല്ലാം ഇന്ന് പേരിൽ അറിയപ്പെടുന്ന വൈദ്യശാസ്ത്രം ഏറ്റവും പുരാതനവുമായതും ഏറ്റവും ആധുനികമായതുമാണ്. എന്ന് ഞാനീ പറഞ്ഞത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അനുവർത്തിച്ചു പോകുന്നതും അത് സ്ഥിരപ്പെടുത്തി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് സമർപ്പിച്ചതുമായ വൈദ്യശാസ്ത്രം അവരിലൂടെ ഒരുപാട് ഹദീസിലൂടെ, ബുഖാരിയിലെ 100-ലധികം ഹദീസുകൾ, കിതാബ് തിബ്ബുൻ നബവി എന്ന് തിബ്ബു എന്ന് പറഞ്ഞിട്ട് കിതാബ് തിബ്ബിൽ തന്നെ വിശദമായി പറയുന്ന ഹദീസുകളുടെ വ്യാഖ്യാനങ്ങൾ അതിനുശേഷം വന്ന മഹാന്മാർ വ്യാഖ്യാനിക്കുകയും ആധുനിക ശാസ്ത്രത്തിന് പോലും വഴികാട്ടിയായ വൈദ്യശാസ്ത്രമാണ് പ്രവാചക വൈദ്യം എന്നത് ഒരു വസ്തുതയാണ്. ലോകത്താദ്യമായി സ്ഥാപിതമായ സർവകലാശാല അത് ഇസ്ലാമിൻ്റെതാണ്. അതുപോലെ തന്നെ ആദ്യമായി ശസ്ത്രക്രിയ നടത്തിയത് ബഹുമാനപ്പെട്ട ഇമാമിങ്ങളാണ്. എന്ന് തുടങ്ങി വൈദ്യശാസ്ത്രത്തിന് ദിശ കാണിച്ചു കൊടുത്ത വൈദ്യശാസ്ത്ര ശാഖയാണ് തിബ്ബുൻ നബവി. തിബ്ബുൻ നബവി എന്നതുകൊണ്ട് പ്രവാചക വൈദ്യം എന്നതല്ല, പ്രവാചകരുടെ വൈദ്യം എന്നതല്ല, പ്രവാചക ശൃംഖലയിൽ നിന്ന് കൈമാറ്റപ്പെട്ട വൈദ്യമാണ്. അത് മഹാന്മാരായ ഒരുപാട് ആലിമീങ്ങൾ, മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുമുണ്ട്. മറ്റു ഇസ്ലാമിലെ ഫന്നുകൾ പോലെയല്ല തിബ്ബുൻ നബവി. കാരണം ഫിഖ്ഹ്, കർമ്മശാസ്ത്രം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തപ്പെട്ടത്, അതിൻ്റെ വിശദീകരണങ്ങളാണ് പിന്നീട് മഹാന്മാർ പല കിതാബുകളിലായി എഴുതിവെച്ചത്. എന്നാൽ തിബ്ബുൻ നബവി എന്നത് ഓരോ നൂറ്റാണ്ടിലും അതിൻ്റേതായ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഓരോ നൂറ്റാണ്ടിലും രോഗങ്ങളുടെ സ്വഭാവം മാറുന്നതുകൊണ്ട് അതിന് ഗവേഷണാത്മകമായി മഹാന്മാർ അന്നത്തേക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഗ്രന്ഥരചന നടത്തിയത് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ തിബ്ബുൻ നബവി അവസാന കാലഘട്ടത്തിൽ വന്നതാണല്ലോ. അതിൽ തന്നെ വിശദമായി പറയുന്നുണ്ട് പ്രവാചക വൈദ്യവും അതിലെ മരുന്നുകളും മരുന്നുപയോഗങ്ങളും. അതിൽപ്പെട്ട ഒരുപാട് മരുന്നുകൾ സാമ്പിളിന് ഞാൻ പറയുകയാണെങ്കിൽ അത്രുജ്, കൊക്കോപ്പഴം, ഉസ്മിദ്, ആസ്, ഇഹ്ലീലജ്, ഇങ്ങനെ തുടങ്ങി ബസൽ, ഇതൊക്കെ ഓരോ ഭാഗങ്ങളിട്ട് സുയൂത്തി ഇമാമിൻ്റെ കിതാബുകളിൽ പറയുന്ന മരുന്നുകളാണ്. നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്ന ഓരോ മരുന്നുകൾ, ആ മരുന്നുകളുടെ ഉപയോഗങ്ങൾ എങ്ങനെ ഉപയോഗിച്ചാലാണ് അത് ക്രമപ്രകാരമാവുക. എങ്ങനെയെങ്കിലും കരിഞ്ജീരകം അത്ഭുതകരമായ വൈദ്യമാണ്, മരുന്നാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാത്തിലും കരിഞ്ജീരകം ഉപയോഗിച്ച് പ്രവാചക വൈദ്യത്തെ, തിബ്ബുൻ നബവിയെ ദുഷ്പേര് കേൾപ്പിക്കുന്നവരായി മാറാൻ പാടില്ല. അതിന് വൈദ്യമേഖലയിലുള്ള പ്രഗത്ഭരായ ആളുകളെ സമീപിച്ച് അത് ഉപയോഗിക്കേണ്ട ക്രമം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ നമ്മുടെ ഔലിയാക്കളെല്ലാം, കഴിഞ്ഞുപോയ മഹാരഥന്മാർ, മമ്പുറം തങ്ങൾ, ഉമർ ഖാദി, ബഹുമാനപ്പെട്ട കോഴിക്കോട്ടെ ജിഫ്രി തങ്ങൾ, ഇവരിലെല്ലാവരും കൈമാറപ്പെട്ടത് ഏതോ ഒരു മരുന്ന് എഴുതിത്തരുന്ന സമ്പ്രദായമാണെന്ന് നമുക്ക് തോന്നിയെങ്കിൽ അത് തെറ്റാണ്. തികച്ചും അടിസ്ഥാനപരമായി അവർക്ക് കൈമാറപ്പെട്ട ഗുരുതരത്തിലുള്ള വൈദ്യങ്ങളായിരുന്നു അത് നമുക്ക് കൈമാറിയത്. ഒരു മരുന്ന് പറയുമ്പോൾ അത് ആയുർവേദമാണെന്ന് പറഞ്ഞ് ആയുർവേദത്തിലേക്ക് തള്ളിവെക്കാൻ പാടില്ല. കാരണം അതത് പ്രകൃതിയിലുള്ള മരുന്നുകളാണ് അതത് പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് യോജിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള മരുന്നുകൾ ഇവിടെയുള്ള മനുഷ്യർക്ക് ഉപകാരപ്രദമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചത്. ആധുനിക മെഡിസിനുകൾ പറയുന്നത് പോലെ ഏത് മരുന്നും ഒരു രോഗത്തിന് മനുഷ്യർക്ക് സൂട്ടായിക്കൊള്ളുന്നില്ല. കാരണം മനുഷ്യൻ്റെ പ്രകൃതം വ്യത്യാസമാണ്. എന്താണ് പ്രകൃതം? മനുഷ്യരിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മായിൽ നിന്നും തുറാബിൽ നിന്നും വായുവിൽ നിന്നുമാണെന്ന് ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മൾ പലതവണ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അംശം ആധിക്യം, മുൻഗണന നിൽക്കുന്നതാണ് ഓരോ മനുഷ്യൻ്റെ പ്രകൃതമായി ഗണിക്കപ്പെടുന്നത് എന്ന് തിബ്ബുൻ നബവിയുടെ കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ബേസിക്കലായി തണുപ്പും ഉഷ്ണവുമായ രണ്ട് പ്രകൃതങ്ങളും അതിൽ നിന്ന് വ്യത്യസ്തമായി വേർതിരിച്ചു വരുന്ന വരൾച്ചയുള്ളതും നനവുള്ളതുമായ പ്രകൃതവുമായി തിബ്ബുൻ നബവി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് മറ്റു വൈദ്യശാസ്ത്രത്തിലെ പ്രകൃത പഠനങ്ങളെ പോലെയല്ല, വളരെ വ്യത്യസ്തമാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ പ്രകൃതി എന്താണോ, ശരീരത്തിൻ്റെ പ്രകൃതി എന്താണെന്ന് അറിഞ്ഞിട്ടേ നമ്മുടെ മരുന്ന് നിർണ്ണയിക്കാൻ പാടുള്ളൂ. തിബ്ബുൻ നബവിയിൽ തന്നെ മരുന്നുപയോഗം എന്നത് അവസാനത്തെ ഘട്ടമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
10 വർഷം കൊണ്ട് മദീനയെ രോഗമില്ലാത്ത ഒരു പട്ടണമാക്കി മാറ്റിയത്, ഒരു നഗരമാക്കി മാറ്റി, രാജ്യത്തിന് ഇന്നും ലോകത്തിന് അത്ഭുതകരമായി ഹിസ്റ്റോറിക്കൽ രേഖകളിലൊക്കെ കാണുന്ന ആ ഒരു മദീന ഉണ്ടാക്കിയത് അവിടെയുള്ള രോഗികളായ ജനതയെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ശീലിപ്പിച്ച് അവർക്ക് രോഗമില്ലാതെയാക്കി മാറ്റി എന്നതാണ്. പിന്നീട് ബാക്കിയായ രോഗികളെക്കുറിച്ച് പഠനം നടത്തിയാൽ അറിയാം, മഹാന്മാർ എഴുതി വെക്കുന്നു, അവർ ഷിഫായിന് വേണ്ടി റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട് അവിടുന്ന് രോഗത്തിന് ക്ഷമിച്ചാലുള്ള പ്രതിഫലം പറഞ്ഞപ്പോൾ അവർക്ക് മാറണമെന്നില്ല, അതിന് കൂലി മതിയെന്ന് മാറ്റിവെച്ചവർ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് മഹാവൈദ്യന്മാരായ ആളുകളൊക്കെ അവിടെ താമസിച്ച് അവസാനം നഗരം വിട്ടുപോയത്. ഈ 10 വർഷത്തെ മദീന നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണശീലങ്ങൾ ശീലിപ്പിച്ചെടുക്കുക എന്നത് തന്നെയാണ്. എന്നാൽ തന്നെ ഒരുവിധം രോഗങ്ങൾക്കൊക്കെ മാറും. ഉദാഹരണത്തിന് ഉഷ്ണവും വരൾച്ചയുമുള്ള ശരീരപ്രകൃതമുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ അസുഖം മിക്കവാറും ഒന്നുകിൽ അത്യുഷ്ണമായി മാറുന്നതും അല്ലെങ്കിൽ ശരീരത്തിലെ വരൾച്ച കൂടുന്നതുമാണ്. അപ്പോൾ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകും, പഴകിയ നീർക്കെട്ടുകളൊക്കെ ഉണ്ട്, പല അസുഖങ്ങളും വരും. ആ അസുഖങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അതിൽ പെടുമോ എന്ന് പോലും നമ്മൾ സംശയിക്കും. അപ്പോൾ ഇതിന് ഏറ്റവും അനുയോജ്യമായത് രോഗം വരാതിരിക്കാൻ, രോഗം വന്നാൽ തന്നെ നമുക്ക് അനുയോജ്യമായ ഭക്ഷണങ്ങളെ തിരഞ്ഞെടുത്ത് അതിനെക്കുറിച്ച് പഠനം നടത്തി അത് വേണ്ടവരിൽ നിന്ന് പഠിച്ച് അത് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫാവ് കിട്ടും, അല്ലെങ്കിൽ ശമനം കിട്ടും. ഇത് എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് വൈദ്യം. ഞാൻ നൗഷാദ് സൈനി ഇതേ ക്രമത്തിൽ പ്രവാചക വൈദ്യക്രമ പ്രചരണം നേടണമെന്ന ആഗ്രഹത്താൽ ഞാനൊരു പ്രൊഡക്ഷൻ ചെയ്യുന്നത് തിബ്ബുൻ നബവിയുമായി ബന്ധപ്പെട്ട് അതുമായി നമുക്ക് ലഭിച്ച ഗുരുക്കളിൽ നിന്ന് ലഭിച്ച ക്രമപ്രകാരത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണക്രമങ്ങളാണ്. ന്യൂട്രി തിബ് എന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ കൂടുതൽ ആളുകൾ അത് ശീലമാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലെറ്റ് വരെ ഞങ്ങൾ സ്ഥാപിച്ചിട്ട് പ്രചരണം നേടുന്നതിന് വേണ്ടി ഇപ്പോൾ അവിടെ കാവകളുണ്ട്. ഇസ്ലാമിക കൾച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഹുവകൾ, പലതരത്തിലുള്ള കഹുവകൾ നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ തെൽബീന എന്ന ബുഖാരി ഹദീസിലൊക്കെ കാണും, മുസ്ലിമിലൊക്കെ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണക്രമത്തെ യോജിപ്പിച്ചെടുത്ത തെൽബീന ധാന്യങ്ങളും നട്സുകളും എല്ലാം കൂടിയ ഒരു മിശ്രിതത്തിൻ്റെ പൗഡറാണ്. അത് പായസമുണ്ടാക്കി കഴിക്കാം. നമ്മുടെ ഔട്ട്ലെറ്റിൽ അത് ഭക്ഷണമായും കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം നമ്മൾ ചെയ്യുന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലം നമ്മൾ ക്രമപ്പെടുത്തിയാൽ നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ ലഭിക്കും എന്ന ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതുമായി സഹകരിക്കുക. എല്ലാ ആളുകളും നമ്മുടെ പ്രൊഡക്ഷനൊക്കെ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്തെല്ലാമാണെന്ന് പരിചയപ്പെടുക. അതിന് വിതരണത്തിന് തയ്യാറുള്ള ആളുകളൊക്കെ പേഴ്സണലായി നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് സഹകരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.